ഏറ്റവും മനോഹരമായ വലയ സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യം ലഭ്യമാകുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ ഏതാണ്ട് വലയ സൂര്യഗ്രഹണം പൂർണ്ണമായിരിക്കുന്നു. വലയ സൂര്യഗ്രഹണം കന്യാകുമാരിയിൽ പൂർണ്ണമായതിന്റെ ദൃശ്യമാണ്. ഏറ്റവും മനോഹരമായ ഈ സഹസ്രാബ്ദത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വലയ സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് തത്സമയം ഇപ്പോൾ കാണുന്നത്. ശാസ്ത്ര പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഈ വലയ സൂര്യഗ്രഹണത്തിന്റെ സമയം നീക്കിവെക്കുന്നു. കേരളത്തിൽ വർക്കലയിലും തിരുവനന്തപുരത്തുമാണ് വലയ സൂര്യഗ്രഹണത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളുള്ളത്. മറ്റു ഭാഗങ്ങളിൽ ഭാഗികമായി വലയ സൂര്യഗ്രഹണം കാണാൻ സാധിക്കും. തമിഴ്നാട്ടിലാകട്ടെ ധനുഷ്കോടി, കന്യാകുമാരി, രാമേശ്വരം എന്നിവിടങ്ങളിൽ വലയ സൂര്യഗ്രഹണം പൂർണ്ണ തോതിൽ കാണാൻ കഴിയും. അതിൽ തന്നെ കന്യാകുമാരിയിലെ വലയ സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യമാണ് വലയ സൂര്യഗ്രഹണം പൂർണ്ണമായി കാണുന്നതിന്റെ ദൃശ്യം. സൂര്യനെ ചന്ദ്രൻ മറച്ചിരിക്കുന്നു. കൊച്ചിയിൽ വലയ സൂര്യഗ്രഹണം ഏതാണ്ട് പൂർണ്ണമായ അർത്ഥത്തിലേക്ക് കടക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കൊച്ചിയിൽ വലയ സൂര്യഗ്രഹണം ഭാഗികമാകുമ്പോൾ തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞതുപോലെ 1:14 മുതൽ വലയ സൂര്യഗ്രഹണം പൂർണ്ണമായ അതിന്റെ ദൃശ്യത്തിലേക്ക് എത്തുമെന്ന ശാസ്ത്രജ്ഞരുടെ പ്രവചനം അതേപടി ശരിവെച്ചുകൊണ്ട് 1:13 കഴിയുമ്പോൾ വലയ സൂര്യഗ്രഹണം പൂർണ്ണമാകുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യമാണ് വിസ്മയ കാഴ്ചയായി മാറുന്ന വലയ സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യം. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട്. കാര്യം കേരളവും തമിഴ്നാടുമാണ് ഇതിന്റെ ഏറ്റവും പൂർണ്ണമായ ദൃശ്യം നൽകുന്നത്. തമിഴ്നാട്ടിൽ, കേരളത്തിൽ ഈ ദൃശ്യം കാണാൻ ഇരു സംസ്ഥാനങ്ങളിലും വലിയ ശാസ്ത്ര സംഘങ്ങൾ തന്നെ ദേശീയ തലത്തിൽ നടക്കം വലിയ ശാസ്ത്ര സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്കലയിലും തിരുവനന്തപുരത്തുമായി ദൃശ്യമാകുന്ന വലയ സൂര്യഗ്രഹണത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം നേരത്തെ ശാസ്ത്ര നിരീക്ഷകർ അഭിപ്രായപ്പെട്ടതുപോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് കാണാവുന്ന, അവരുടെ ഈ ജന്മത്തിൽ കാണാവുന്ന ഏറ്റവും മികച്ച ദൃശ്യം എന്നാണ് നേരത്തെ ശാസ്ത്ര സമൂഹം അഭിപ്രായപ്പെട്ടത്. ഏതാണ്ട് അത് ശരിവെക്കുന്ന തരത്തിൽ സൂര്യനെ വൃത്തത്തിൽ നടുക്ക് മറയ്ക്കുന്ന ചന്ദ്രൻ ഏറ്റവും അപൂർവമായ കാഴ്ച. പൂർണ്ണ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം എന്ന് മൂന്നായി തിരിക്കാവുന്ന സൂര്യഗ്രഹണങ്ങളിലെ ഏറ്റവും അപൂർവവും സുന്ദരവുമായ കാഴ്ചയാണ് വലയ സൂര്യഗ്രഹണം. തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും അത് പൂർണ്ണമായിരിക്കുന്നു. തിരുവനന്തപുരത്തെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. പൂർണ്ണമായ തോതിൽ തിരുവനന്തപുരത്ത് അത് ദൃശ്യമാണ്. ഇപ്പോൾ ഏതാണ്ട് സന്ധ്യയുടെ പ്രതീതിയായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുക എന്നും നമുക്ക് കരുതാം. വർക്കലയിലും കന്യാകുമാരിയിലും പൂർണ്ണമായ വലയ സൂര്യഗ്രഹണം മനോഹരമായ മോതിരത്തിന്റെ ദൃശ്യങ്ങളിൽ. കൊച്ചിയിൽ അത് ഭാഗികമായിരിക്കുന്നു. ഒരുപക്ഷെ പൂർണ്ണമായ സൂര്യഗ്രഹണത്തിലേക്ക് കൊച്ചിയിലെ ദൃശ്യമെത്തുമോ എന്ന് നിമിഷങ്ങൾ കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. കൊച്ചിയിലെ ദൃശ്യങ്ങളാണിത്. പ്രകാശവളയം പോലെ കാണുന്ന സൂര്യനും ഭൂമിക്കുമിടയിൽ നിശ്ചിത ദൂരത്തിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ഏറ്റവും അപൂർവമായി ശാസ്ത്ര പ്രതിഭാസം. തിരുവനന്തപുരത്തെയും കൊച്ചിയെയും ദൃശ്യങ്ങളാണിത്. തിരുവനന്തപുരത്ത് പൂർണ്ണമായി വലയ സൂര്യഗ്രഹണം, കൊച്ചിയിൽ അത് ഭാഗികമായിരിക്കുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്ത് പ്ലാനറ്റോറിയത്തിൽ നിന്ന് ലക്ഷ്മി പത്മയുണ്ട്. ലക്ഷ്മി, പൂർണ്ണമായി വലയ സൂര്യഗ്രഹണത്തിലേക്ക് തിരുവനന്തപുരം കടന്നു കഴിഞ്ഞു. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഉച്ച സമയം എങ്ങനെയുണ്ട്? ഏകദേശം 1:05 കൂടിയാണ് തലസ്ഥാന നഗരം വലയ സൂര്യഗ്രഹണത്തിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. വലയ സൂര്യഗ്രഹണം പൂർണ്ണമായും വലയ സൂര്യഗ്രഹണം നമുക്ക് ഇപ്പോൾ കാണുവാൻ കഴിയും. സൂര്യന്റെ പ്രഭാവലയം ചന്ദ്രന് ചുറ്റും കാണുന്ന വളരെ മായ ഒരു ദൃശ്യവിരുന്നനാണ് സാക്ഷിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അത് ദൃശ്യമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെല്ലാം തന്നെ ഹർഷാരവത്തോടു കൂടിയാണ് ഈ ഒരു ദൃശ്യവിരുന്നനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്.
അന്തരീക്ഷം എങ്ങനെയുണ്ട്? നട്ടുച്ചയ്ക്ക് സന്ധ്യാസമയം വരുന്നു എന്ന് തന്നെയായിരുന്നു ഈ വലയ സൂര്യഗ്രഹണത്തിന്റെ ഒരുപക്ഷെ അടിക്കുറിപ്പ്. അത്രമാത്രം ഒരു അന്തരീക്ഷത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? അന്തരീക്ഷത്തിൽ വളരെയധികം പ്രത്യേകതകളാണുള്ളത്. വെയിലിന്റെ കാഠിന്യം വളരെ കുറയുകയും ഒരു നിലാവിന് സമാനമായ വെയിലാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വെയിൽ പൂർണ്ണമായും മങ്ങി എന്ന് പറഞ്ഞുകൂടാ. വെയില് ഇരുട്ടായി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഒരു നിലാവ് പോലെ വളരെ നേർത്ത ഒരു വെയിൽ മാത്രമാണ് ഇവിടെ ഉള്ളത്. ചൂടിന്റെയും കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്. ഉച്ച സമയത്ത് സാധാരണ ഉണ്ടാകുന്ന അന്തരീക്ഷ ഊഷ്മാവ് നമുക്ക് ഇവിടെ അനുഭവപ്പെടില്ല. വളരെ നേർത്ത ഒരു തണുപ്പോടുകൂടിയ ഒരു നിലാവിന് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ. തികച്ചും വ്യത്യസ്തമായ, തികച്ചും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ പ്രതിഭാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ ഹർഷാരവത്തോടെയാണ് ഈ കാഴ്ച വരവേൽക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരും അത് കാണുന്നതിന്റെ തിരക്കിലാണ് ഭഗത് ഇവിടെ. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനി അത് ഉണ്ടാവുകയുള്ളൂ. കാര്യം വളരെ പെട്ടെന്നാണ്. ഇപ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം നമുക്ക് അറിയുകയും ചെയ്യാം. കാര്യം നിമിഷങ്ങൾക്കുള്ളിൽ മാറി മാറി വരുന്ന ആ വ്യത്യാസം നമുക്ക് അറിയുകയും ചെയ്യാം. ഒരു കാർമേഘം സൂര്യനെ മറച്ചതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വലയ സൂര്യഗ്രഹണത്തിൽ അവിടെ അനുഭവപ്പെടുക കാഴ്ചയ്ക്കും പുറമേയും? സൂര്യന്റെ ചന്ദ്രനും സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ഇത് ഈ ഗ്രഹണം ഉണ്ടാകുന്നത് തന്നെ. ഇതിൽ തന്നെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതിന്റെ ഫലമായി ചന്ദ്രന്റെ നിഴലിന് ചുറ്റും, ചന്ദ്രന് ചുറ്റും സൂര്യൻ ഒരു പ്രഭാവലയത്തോടെ കാണപ്പെടുന്ന കാഴ്ചയാണ് വലയ സൂര്യഗ്രഹണം. അതിനാൽ തന്നെ വളരെ മനോഹരമായ ഒരു സ്വർണ്ണ വളയം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതുപോലെ അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ്. പൂർണ്ണമായും കാർമേഘ വിമുക്തമാണ് ആകാശം. അതിനാൽ തന്നെ സൂര്യഗ്രഹണം വളരെ ഭംഗിയായി എല്ലാവർക്കും വീക്ഷിക്കുവാനും കഴിയുന്നുണ്ട്. അതൊരു ദൃശ്യ ഭംഗി തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാവരെയും എല്ലാവരും ലക്ഷ്മി പത്മ തിരുവനന്തപുരത്ത് നിന്ന്. വലയ സൂര്യഗ്രഹണം അതിന്റെ ഏറ്റവും അവസാന ഭാഗമാണിത്. കാര്യം ഇനി പതിയെ പതിയെ ചന്ദ്രൻ സൂര്യന്റെ മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിത്തുടങ്ങുന്നു. അത് ദൃശ്യമായി തുടങ്ങുന്നുണ്ട്. പൂർണ്ണമായ സൂര്യവലയം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അത് കൃത്യമായി അറിയാം. വലയം ഭേദിക്കപ്പെട്ടിരിക്കുന്നു. വളരെ വളരെ സാവധാനം ചന്ദ്രൻ സൂര്യമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഏതാണ്ട് 1:05 നേരത്തെ ലക്ഷ്മി പത്മ പറഞ്ഞതനുസരിച്ച് 1:05 പൂർണ്ണമായ അർത്ഥത്തിൽ കണ്ട സൂര്യവലയം വീണ്ടും പതിയെ സൂര്യകലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രക്കല പോലെ മാനത്ത് സൂര്യൻ നിൽക്കുന്ന അപൂർവമായ ഒരു കാഴ്ച. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾ. ഏറ്റവും വ്യക്തതയോടുകൂടി സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം കാണാൻ സാധിക്കുന്നതും തിരുവനന്തപുരത്തും, അതായത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. കേരളത്തിൽ തന്നെ വർക്കലയിലും തിരുവനന്തപുരത്തുമാണ് വലയ സൂര്യഗ്രഹണത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം. അതിൽ തിരുവനന്തപുരത്തെ വലയ സൂര്യഗ്രഹണം പൂർണ്ണമായി കണ്ടുകഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണാനായി വർക്കലയിലും തിരുവനന്തപുരത്തുമായി എത്തിയിരുന്നത്. ശാസ്ത്രജ്ഞരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ഹർഷാരവത്തോടെയാണത്രേ തിരുവനന്തപുരത്ത് വലയ സൂര്യഗ്രഹണത്തെ കുട്ടികൾ സ്വീകരിച്ചത്. വലയ സൂര്യഗ്രഹണം